ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യ സർക്കിളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രോഷ്യ സർക്കിൾ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഒരു പേസ്റ്റൽ കളറായിട്ടുള്ള ബ്ലൂവും വയലറ്റും ഗ്രീൻ കളറുമാണ്. ആൻഡ് ഐ തിങ്ക് ഒരു ബൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എനിക്കും ഹൗവക്കും ഉള്ളത് 3 ഹുക്സാണ്. സോ 1 ഈസ് 3.5 ആണ് ആൻഡ് സെക്കൻഡ് 3 millimeter ആൻഡ് തേർഡ് ഈസ് 2.5 ആണ് മില്ലിമീറ്റർ ആണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എത്ര യാൺസ് ഉണ്ട്, യാൺസൊക്കെ ഒന്ന് കാണിക്കുമെന്ന്. ഫസ്റ്റ് ഉള്ളത് ഒരു ഗ്രീനാണ്, നല്ല സോഫ്റ്റാണ്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാം. ഫസ്റ്റ് കളർ ഈസ് ഗ്രീൻ ആൻഡ് സെക്കൻഡ് കളർ ഈ ഒരു യെല്ലോ ആണ്. നല്ല ഒരു യെല്ലോ, നല്ല എനിക്ക് എന്താ അറിയില്ല, ഒരു പ്രത്യേക കളറായി തോന്നി, നല്ല രസമുണ്ടായി. ആൻഡ് നെക്സ്റ്റ് വൺ ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. മാത്രമല്ല ഇത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്. ആൻഡ് ഫോർത്ത് വൺ എനിക്ക് അറിയില്ല എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ഫേവറേറ്റ് ആണ്. ഇത് നല്ല സോഫ്റ്റാണ്, ലാവൻഡർ പോലെയാണ് എനിക്ക് തോന്നിയത്, നല്ല പേസ്റ്റൽ കളറാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഓറഞ്ച് ആണ്, എനിക്ക് നല്ല രസമുണ്ടായി തോന്നി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വയലറ്റ്, പിന്നെ ഈ ഒരു ബ്ലൂ പേസ്റ്റൽ കളറാണ്, സ്കൈ ബ്ലൂ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ ഒരു യാൺസ്, ഈ ഒരു യാണ് ഇത് നമ്മൾ 9 rupees കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു യാണ് ഉപയോഗിക്കാൻ അല്ല, ഈ ഒരു യാണിൻ്റെ ഹുക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള 2.5 ആണ്. പിന്നെ ഈ ഒരു റെയിൻബോയാണ്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു റെയിൻബോയാണ് എങ്ങനെയാണ് ഉള്ളതെന്ന്. ഹൗവ ഉണ്ടല്ലോ, ഹൗവൻ്റെ മദറിൻ്റെ സിസ്റ്റർ എന്താണ് ക്രോഷ്യൊക്കെ ചെയ്യും, സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ കുറേ യാൺസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്കും ഹൗവക്കും കൂടി ഉള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചുള്ള യാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഞങ്ങൾക്ക് ഈ യാൺസൊക്കെ. ചിലത് ഞങ്ങളുടേതാണ്, ചിലത് ഞങ്ങൾക്ക് തന്നതുമാണ്, കൂടുതലുള്ളത് ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ഓരോ യാൺസും ഞാനിങ്ങനെ നിലത്തേക്കുന്നുണ്ട്. ആൻഡ് കറണ്ടിൻ്റെ ഒരു മിനി ഇഷ്യൂ ഉണ്ട്. ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സർക്കിളിലോട്ട് പോവാം. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു കറണ്ടിൻ്റെ ഇഷ്യൂ വീഡിയോയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സൗണ്ട്സൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് പ്രോപ്പറാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകാം. കുറേ പേര് ഇവരിങ്ങനെ 2 ഫിംഗേഴ്സിനെ ചുറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ വെരി ഈസി ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങളിപ്പോൾ ക്രോഷ്യ ബിഗിനേഴ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിക്കാരം. നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചൊന്നും അറിയില്ലെങ്കിൽ പേടിക്കേണ്ട, ഞാനൊരു ക്രോഷ്യ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഞാനും എൻ്റെ കസിനും കൂടിയാണ്. സോ ഗൈസ്, നമ്മൾ ഇതുപോലെയാണ് നമ്മൾ സാധാ യാൺ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. ഇതുപോലെ മീൻസ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു തല്ലത്ത് പിടിച്ചിട്ട് നമ്മുടെ ഹുക്ക് നമ്മൾ സാധാ ചെയിൻ സ്റ്റിച്ച് ചെയ്യൂലേ, അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ലൂപ്പ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതാക്കുക. ആൻഡ് ദിസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു മാജിക് സർക്കിൾ. ഈ ഒരു മാജിക് സർക്കിൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു പേർപ്പിൾ കളറിലായിട്ട് ഞാൻ മാജിക് സർക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 നമ്മൾ ചെയ്ത്, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കാം. ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു ക്രോഷ്യ തുടങ്ങുന്നതിന്, ഈ ഒരു ക്രോഷ്യൻ്റെ സർക്കിൾ തുടങ്ങുന്നത് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. ഈസിയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യാൺ ഓവറാണ്. ഇതുപോലെ ഒന്ന് യാൺ ഓവർ ചെയ്യുക. 11 ക്രോഷ്യ ഡബിൾ സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതുപോലൊന്ന് യാൺ ഓവർ മീൻസ് ഇതാണ് നമ്മുടെ യാൺ ഓവർ. ആൻഡ് ഹുക്ക് ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒരു ഹുക്ക് അതിൻ്റെ അടിയിലേക്ക് ഇൻസൾട്ട് ചെയ്യും, അതാണ് ഹുക്ക് ഇൻസൾട്ട്. അപ്പോൾ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ എടുത്ത എല്ലാവരും ചെയിൻ സ്റ്റിച്ചിൻ്റെ ലൂപ്പിലേക്ക് നമ്മൾ ഒന്നിതാക്കുക. അപ്പം പിന്നെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൂപ്പ് ഒന്ന് യാൺ ഓവർ ആൻഡ് ഹുക്ക് ഇൻസൾട്ടും ചെയ്യുക. ആൻഡ് വി ഗോട്ട് 3 ലൂപ്പിനെ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് 2 വി
yarn over and hook insert. ആൻഡ് പിന്നെ നമുക്ക് 2 ആണ് കിട്ടുക. 1 2 ആണ് കിട്ടുക. നമ്മൾ ആ ഒരു 2ഉം നമ്മൾ അതുപോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം യാൺ ഓവർ ചെയ്യുക ആൻഡ് ആ ഒരു മാജിക് സർക്കിളിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ഹുക്ക് ഇടാം. ആൻഡ് നമ്മൾ ഇതുപോലെ ഒന്ന് കാണുന്ന പോലെ ഒന്ന് ഫസ്റ്റത്തത് ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. ഫസ്റ്റത്തത് ഓൺലി ഫസ്റ്റ് ആൻഡ് വി ഗോട്ട് 3 എണ്ണം നമുക്ക് കിട്ടും. ആൻഡ് ഫസ്റ്റ് 2 ഹുക്ക് യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. ആൻഡ് പിന്നെയും 2 കിട്ടും. അപ്പോൾ അതും ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി അങ്ങനത്തെ 11 ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ 2 ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിനി 9 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ സിമ്പിളാണ് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. സോ ടോട്ടലി നമുക്ക് ചെയ്യാനുള്ളത് 11 ആണ്. അപ്പോൾ നമ്മളിനി 9 ചെയ്യാണ്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു കൗണ്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വേണ്ടി വരില്ല. എൻ്റെ ലാസ്റ്റ് ഞാൻ കൗണ്ട് ചെയ്യുകയാണ്. സോ എനിക്ക് 1ൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചൊക്കെ ടഫായിട്ട് തോന്നും. സോ ഗൈസ്, ഇതൊരു സിമ്പിളാണ്. ആൻഡ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സർക്കിളൊന്ന് ചെറുതാക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സർക്കിൾ എങ്ങനെയാണ് ചെറുതാക്കുക എന്ന് വെച്ചാൽ നമ്മൾ വർക്കിംഗ് കോളം അല്ല വർക്ക് ചെയ്യാന്നുള്ളതും അങ്ങനത്തെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നിൽ ABCD അങ്ങനെ AB എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു B എന്നുള്ളത് ചെറിയതാണ് ഞാൻ ഇട്ടിട്ടുള്ള പേര്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ഇടാം. ഞാൻ AB എന്നാണ് ഇടുന്നത്. ഏറ്റവും വലുത് A, ഏറ്റവും ചെറുത് B ആണ്. അപ്പോൾ ഈ ഒരു ചെറുതിനെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെറുതിനെ പിടിച്ചൊന്ന് വലിക്കുക. അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് ജസ്റ്റ് ചുരുങ്ങും. ആൻഡ് വി ഗോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വലിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതൊരു സർക്കിളായി നമുക്ക് മാറുന്നു കേട്ടോ. അപ്പോൾ അത് പിടിച്ചൊന്ന് വലിച്ചാൽ മതി. ഇനി അത് നല്ലപോലെ വലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ തലയിലത്ത് പിടിച്ചൊന്ന് ജസ്റ്റ് വലിക്കുക. അപ്പോൾ നമുക്ക് സർക്കിൾ കിട്ടും. ഇതുപോലെ ഒരു സർക്കിൾ കിട്ടും. ഇനി നമ്മൾക്ക് ആ സർക്കിൾ ഇങ്ങനെ വലുതാക്കി ഒരു ബിഗ് തൊപ്പിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വെരി ഈസിയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡബിൾ സ്റ്റിച്ചാണ്. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എടുത്തിട്ടുള്ള ഹോളിലേക്ക് ലൂപ്പിലേക്കൊന്ന് ഇതാക്കാം. ആൻഡ് യാൺ ഓവർ ഹുക്ക് ഇൻസൾട്ട് അങ്ങനെ ഫസ്റ്റത്തെ ഒന്ന് മാത്രം ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. ആൻഡ് വി ഗോട്ട് 3. നമുക്ക് 3 ഉണ്ടാകും. ആദ്യത്തെ 2 നമ്മൾ ചെയ്യുക. അങ്ങനെ ആദ്യത്തെ 2 ചെയ്യുക. പിന്നെയും 2 ഒരു ഫസ്റ്റത്തെ ട്രിക്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ യാൺ ഓവർ ചെയ്യുക. അതിൻ്റെ അടുത്തുള്ളതിലേക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നല്ലോ, അടുത്തുള്ളതിലേക്ക് ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. ഫസ്റ്റത്തെ മാത്രം ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. പിന്നെയും നമുക്ക് 3 ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ 2 ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. പിന്നെയും 2 ഉണ്ടാകും, അതും ഹുക്ക് ഇൻസൾട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ട സൈസിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നമ്മൾ ചെയ്തു പോയാൽ നമുക്ക് വലിയ സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഞാൻ ഇത്ര വലുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ ഇനിയും വലുതാക്കുന്നുണ്ട്. നമുക്കിതുപോലെ തൊപ്പി, ബാഗൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ബാഗൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് പ്രോപ്പർ ആണെങ്കിലും ദിസ് ഈസ് മൈ ഫസ്റ്റ് സർക്കിൾ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സർക്കിൾ. ഇത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ടുഡേ ഐ സ്റ്റഡി ഇൻ മൈ സ്കൂൾ. എൻ്റെ ഈ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അവളെ ബസ്സൊക്കെ വന്ന് അവൾ പോയി. അപ്പോൾ ഞാനും അതിൻ്റെ ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ ഒരു ഇൻട്രസ്റ്റ് വന്നത്. ഈ ഒരു സർക്കിൾ പഠിക്കണം എന്ന് ഞാൻ കുറേ വിചാരിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ കുറേ ഡൂ ചെയ്ത് ആ ഒരു കുട്ടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറോമീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡോളാണ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ വ്ളോഗൊന്നും ഇടാത്തതെന്ന്. കുറച്ചൊക്കെ തിരക്കിലായിരുന്നു, കുറച്ച് പിന്നെ ഇവിടെ ഹവൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബിസിയായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വരുന്നേക്കാരം. സോ നമുക്ക് സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ലീവാണ്. അപ്പോൾ ഒരു വീഡിയോസൊക്കെ വരുന്നുണ്ടാകും. ഹവ പുതിയത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ ഇതുകൊണ്ട് എനിക്ക്